പാക്കിംഗ് വീഡിയോ ആണ്. ആക്ച്വലി ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റേതും എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്യാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. കുറച്ച് ദിവസമൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകലും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസങ്ങളിൽ എനിക്ക് മടിയായി. ഒരു വീഡിയോ 1-2 ദിവസം ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ട്രോളിയിലെല്ലാം സെറ്റ് ചെയ്യാണ്. എൻ്റെ ഒരു കണക്കൂട്ടലിന് ഈ ഒരു ട്രോളി മാത്രം എടുത്ത് പോകാം എന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇതേ ഒരു ചെറിയ ട്രോളി. എന്നിട്ട് അതിൻ്റെ പുറമെ എനിക്കങ്ങനെ പാക്ക് ചെയ്യാൻ വലിയതായിട്ട് അറിയയില്ല. ഇപ്പം തന്നെ ഞാൻ മണ്ടത്തര ചെയ്തത്. ഇതിന് ആ ഹാൻഡിൽ വരുന്ന ഭാഗത്തൊരു ഇതുണ്ടായിരുന്നു. അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ വേറെ എന്തെങ്കിലും വെക്കണമായിരുന്നു. അതൊന്നും നോക്കാണ്ട് ഞാൻ ഒക്കെ എടുത്തു വെച്ചു. ഈ ഒരു ട്രോളിയിൽ ആക്ച്വലി എനിക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ കൊണ്ടുള്ളൂ. പിന്നെ കൂടുതൽ ഡ്രസ്സ് എടുക്കാനുമില്ല. കാരണം കല്യാണത്തിനേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിക്കാൻ കൊടുത്തതാണ്. അത് അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനും ഉള്ളൂ. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് തോനെ എടുക്കാണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം നല്ല വൃത്തിക്ക് സെറ്റായി. ഇനി അടുത്ത ഭാഗത്തേക്കുള്ള ഒക്കെ ആണെങ്കിൽ ജീൻസ് പാൻറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെന്താണെങ്കിലും ഇതിൽ കൊള്ളൂലാന്ന്. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇടാനുള്ള കുറച്ച് ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഐറ്റംസൊക്കെ ഒന്ന് മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് തന്നെയാണ് ഇപ്പം ഞാൻ എല്ലാം ബെഡ്റൂമിലേക്ക് എടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്നതും അതിൻ്റെ കൂടെ 1-2 പുറത്ത് പോകുമ്പോൾ ഇടുന്നിട്ട് ടൈപ്പ് ഡ്രസ്സുകളും വെക്കാമെന്ന് വിചാരിച്ച്. ഓരോന്നും വെക്കുമ്പോൾ നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഭാഗം ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം. അത് വെച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീൻസ് കുറച്ച് അധികം ഉണ്ട്. അത് മാത്രമല്ല ഇതെന്താണെങ്കിലും ഇതിൽ കൊള്ളൂലെന്ന്. പിന്നെ എനിക്ക് കുറച്ച് എക്സ്ട്രാ വേറെയും ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒക്കെ പുറത്തിട്ട് നല്ല വൃത്തിക്ക് എല്ലാം മടക്കി വെച്ച് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ഉറപ്പ് വരുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ, ഈ ഒരു ബെഡിൻ്റെ അവസ്ഥ. ഇപ്പുറത്തുള്ള സ്റ്റഡി ടേബിളിൽ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോസിൽ എപ്പോഴും കാണുന്ന ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ എൻ്റെ കമ്മൽ, വാച്ച്, സ്കിൻ കെയർ, മേക്കപ്പ്, മെഡിസിൻസ് ഇതൊക്കെ അങ്ങനെ ബാഗിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയിൽ പാക്ക് ചെയ്യാമെന്ന് വെച്ചു. ഞാനിത് ഇപ്പം ചെയ്യുന്ന ഈ ഒരു കാര്യം ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. ഈ ഷോളൊക്കെ റോൾ ചെയ്തിങ്ങനെ വെക്കുന്നത്. കാരണം ഈ ഒരു ട്രോളിൻ്റെ ഹാൻഡിൽ വരുന്ന ഭാഗം കുറച്ച് പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഷോളൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെയാണ് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. കുറേ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് വെക്കുന്നുണ്ട്. കുറേ ആദ്യം വെച്ച് പോയി തന്നെ വെക്കും, പിന്നെയും മാറ്റി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയാണ് ഏകദേശം സെറ്റായി കിട്ടിയത്. പിന്നെ പാക്കിംഗ് ക്യൂബും കാര്യങ്ങളൊന്നും വാങ്ങിപ്പോകാൻ അങ്ങനെ ഒരു ട്രിപ്പ് പോവല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഈ ഒരു ഭാഗം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം. ഇപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഡ്രസ്സൊക്കെ ഈ ട്രോളിയിൽ എങ്ങനെയെങ്കിലും കൊള്ളിക്കാമെന്ന്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അതേപോലെ കുറച്ച് പരിപാടികൾക്കൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അതേപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഷർട്ടും പാൻസും വെക്കുന്നുണ്ട്.
പിന്നെ മാക്സിമം കൊള്ളുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ കുത്തിച്ചീരി വെക്കുന്നുണ്ട് സൈഡുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗവും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി വേറെ ഒരു പെട്ടിയും കൂടി, ഒരു ബാഗും കൂടി എടുക്കാമെന്ന്. അങ്ങനെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് ഈ ഒരു പെട്ടി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു ബാഗ് എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു ഹാൻഡ് ബാഗിൽ ഉള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊട, പേഴ്സ്, പിന്നെ എനിക്ക് വേണ്ടി ഒരു ഫയൽസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബുള്ളറ്റ് ജേർണലും കാര്യങ്ങളും ചെയ്യുന്ന ജേർണൽ ബുക്കും അതേപോലെ പെന്നും സംഭവം എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൗച്ചിൽ ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കുന്നുണ്ട്. അതേപോലെ സ്കിൻ കെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടുവെച്ചിട്ടുള്ള ഈ ഒരു പൗച്ചും എടുക്കുന്നുണ്ട്. ഇത്രയായിരുന്നു ആക്ച്വലി ഞാൻ ഈ ഒരു ബാഗിൽ വിചാരിച്ചിരുന്നത്. പിന്നെ വേണമെങ്കിൽ ചാർജറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ബാഗും. പക്ഷേ പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വന്ന്. ഇപ്പോൾ ഏതായാലും ഞാൻ ഈ ബാക്കി ഡ്രസ്സൊക്കെ ഈ ഒരു ശോഭികൻ്റെ ഈ ഒരു ബാഗിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈമിൽ ഇതേ ഉള്ളതിനും. അപ്പം പിന്നെ ജീൻസ് പാൻറ്റും അതേപോലെ ഷർട്ടുകളും ഒക്കെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ബാഗിലും നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും കൊള്ളൂല. കാരണം ഇനിയും കുറച്ച് പാൻറ്റും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ പ്ലാൻ പിന്നെയും മാറ്റി ഈ ഒരു ബാഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ആ നീല ബാഗ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ബാഗിലാക്കാമെന്ന്. ഇതിൽ എൻ്റെ കല്യാണ ഡ്രസ്സാണുള്ളത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇനിയും കുറേ കാര്യം എടുക്കാണ്ട്, ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇന്നർ വെയേഴ്സ്. പക്ഷേ ഇന്നർ വെയേഴ്സൊക്കെ എടുക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഇതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞേരാണ് ഓർമ്മയായത്. പിന്നെ ഇതിൽ കൊള്ളില്ലായിരുന്നു കേട്ടോ, അതിൻ്റെ മുന്നേ ഓർമ്മ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് പിന്നെ ഈ ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അതാ കുറച്ച് ഹാൻഡ് ബാഗിലേക്ക് പിന്നെയും വെക്കേണ്ട സാധനങ്ങൾ എടുത്തു വെക്കുകയാണ്. വാച്ച്, കമ്മൽ, മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയല്ലേ. ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇന്നർ വെയറും കാര്യങ്ങളും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഈ ഒരു ബാഗിലേക്ക് കൊള്ളുന്ന സാധനങ്ങളൊക്കെ ഞാൻ കുത്തി നിറച്ച് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു കവറിൽ എടുത്തിക്കണ്. അത് പിന്നെ പിറ്റേന്ന് അതിനും എടുത്തിട്ടുണ്ടായിന്, ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഈ ഒരു ബാഗ് കൂടി ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കവറിൽ എടുക്കുക ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.